ഇതിന്റെ ഉള്ളിൽ കയറുവാണ്. ഒരു ഐഡിയ ഇല്ല അക്കരെ എത്തുന്നു. പക്ഷെ അപ്പുറത്തെ ഒരു ലൈറ്റിങ് കാണുന്നുണ്ട്. അതാ പോകുന്നത്. മൊത്തം ഈ ഒരു ചെടിയാ. ഗുഡ് മോർണിംഗ് ഫ്രം ഹെലി ഡേ 2. ഡെസ്ലിൻ ബേബി ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഡെസ്ലിൻ ജന്നു ഇതൊക്കെ എല്ലാരും ഉള്ളതായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ടെന്റ് ഏതായിരുന്നു എന്നറിയാം. ഇതായിരുന്നു ഞങ്ങളുടെ ടെന്റ്. സോ ഞങ്ങളിത് ഇറങ്ങുവാണ്. കുറെ ഫോട്ടോസൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് 6 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സോറി 7 മണിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്ന് വൈകിട്ട് നമ്മൾ ഇറങ്ങും ഇവിടുന്ന്. ബ്രിഷൻസിലൊക്കെയാണ് കേട്ടോ എല്ലാവരും. അതെടുത്തു. ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഡേ 2 സുഹേലി ഇതേ വീണ്ടും വാക്ക് തുടങ്ങി. നമ്മൾ കാണാത്ത ലൊക്കേഷനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടാണ് പോകുന്നത്. കുറെ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളൊരു വീഡിയോ എടുത്ത് നമ്മുടെ മേഘാലയ ട്രിപ്പിന്റെ ഒരു റീൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും വെച്ചിട്ടുള്ള വീഡിയോ. അതില് എൻ്റെ പാർട്ട് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഉമിയം ലേക്ക് എടുക്കാനുള്ള സംഭവമാണ്. ആ കോസ്റ്റ്യൂം തന്നെയാണ് അതുകൊണ്ട് ഇട്ടത്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം, എല്ലാരും വേറെ വേറെ ആയിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും ഇത്രയും അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഒരു ഐലൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുക്കാനെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷെ സുഹേലി എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പൊ സുഹേലി പോയിട്ട് ഞങ്ങള് തിരിയാം. 3 ഫോട്ടോന് വേണ്ടി അത്രയും കഷ്ടപ്പെടുന്നു. രാവിലെ മുതൽ സത്യം പറഞ്ഞ് നമ്മൾ കഷ്ടപ്പെടുക. രാത്രി 1 പ്ലാനിലൊക്കെ പുറത്തു വരും. മറ്റേ ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് എണീക്കാം. ലൈറ്റ് വന്നാല് ഈ സ്ഥലമൊക്കെ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ശരിയാവില്ല. അപ്പൊ നമ്മൾ ഓരോ സ്പോട്ട് നോക്കി വെച്ചിട്ട് പോവാണ്. തിരിച്ചു വരുമ്പോ ഇവിടെ നിന്ന് എന്തായാലും ഒരു ഫോട്ടോ വീഡിയോ എടുക്കാം. അങ്ങനെ ഇവിടെ നമ്മൾ 5:30 ആയിട്ടും നേരം വെളുക്കുന്നില്ല. നമ്മുടെ മേഘാലയ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അവിടെ 5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഒരു 7:30 ഒരു ഇതിന്റെ ഉച്ചായ്പേന്നൊരു ഇരിക്കട്ട്. എന്റെ അമ്മ മഴ പെയ്യുന്നു. നമ്മളെങ്ങനെ പോകും തിരിച്ചു നാട്ടില്? ആ ക്ലൗഡി നോക്ക. അയ്യോ ഫോണ് നോക്ക. പോയ കുടുങ്ങിയില്ല മക്കളെ. അറിയില്ല. എന്റെ അമ്മ മഴ പെയ്യുന്നു. കുടുങ്ങാനേ ഉറപ്പോ? മഴ പെയ്യുന്നു. എന്ത് ചെയ്യും? എടുക്കാൻ കയറിയിട്ടും ഏതാണ്ട് ഒരു കൂടാരം ചെയ്താൽ കൊണ്ടാ നോക്കും. തിരിച്ചു നടന്ന അമ്മ എന്തായാലും മഴ നനഞ്ഞില്ല പോകാം. ഓക്കെ. ഏതെങ്കിലും ഷെഡ് ഉണ്ടെങ്കിലോ? നിങ്ങൾ എന്തെങ്കിലും ഹട്ടോ കാര്യങ്ങളോ ഉണ്ടോന്ന് നോക്കട്ടെ. മഴ പെയ്യുന്നു. ഇവിടൊക്കെ പണ്ട് നല്ല തെങ്ങുണ്ടായിരുന്നു തോന്നുന്നു. പതിവില്ലാത്തവര് മറ്റുള്ള എപ്പോഴും വേണ്ട പോലെ കേള്. പതിവില്ലാത്ത മഴയത്. ഞങ്ങളെല്ലാരും ആദ്യമായിട്ട് ഈ നാട്ടിലേക്ക്. കൂടെ ഒരു വഴി കാണും. നോക്കിക്കേ, നമ്മുടെ ആൾക്കാരെ തന്നെ കൊണ്ടുവന്ന് ഇട്ടതായിരിക്കുള്ളൂ. ഇത് കഷ്ടമാണെന്നറിയോ? അയ്യോ, ഇതിന്റെ ഉള്ളിൽ കയറുവാണ്. ഒരു ഐഡിയ ഇല്ല അക്കരെ എത്തുന്നു. പക്ഷെ അപ്പുറത്തെ ഒരു ലൈറ്റിങ് കാണുന്നുണ്ട്. അതാ പോകുന്നത്. ഞാൻ കാണിച്ചതാ. ഇത് കൂടെ പോകുന്നത്.
ഇതിപ്പുറത്തേക്കുള്ള ബീച്ചിനൊക്കെയുള്ള വഴിയാ. ഈ നാട് മൊത്തം ഇതേപോലത്തെ ഒരു ചെടിയുണ്ട്. പിന്നെ ഞങ്ങള് കണ്ണി എന്നാണ് പറയുന്നത്. കണ്ണി അതിന്റെ കായ ഞാൻ കാണിച്ചു തരാം. എഡിബിളൊന്നും അല്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മൊത്തം ഈ ഒരു ചെടിയാ. പട്ടി അസ്സലാമലൈക്കും. അതാ ശരി. എടോ ഇവിടെ ആരെങ്കിലും വിചാരിക്കും ഈ സാധനം ഈ മുതൽ വരുമെന്ന്. വേറെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. പേടിച്ചു പോയി. നാം പ്രതീക്ഷിക്കാതെ 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നാക്ക് ക്യാമറ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ നിങ്ങൾ. നമ്മള് ഇറങ്ങി ഇതുപോലൊരു റോഡിൽ കൂടെ പോവാണ്. പക്ഷെ എങ്ങോട്ടെന്ന് അറിയാണ്ട് പോവാണ്. ബീച്ചിനെക്കാളും തുടങ്ങി മഴയുണ്ട്. നമ്മളെങ്ങനെ പോവാടാ? ഞങ്ങളല്ലെങ്കിൽ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. രാവിലെ തന്നെ എന്നും എണീക്കാത്ത ഞങ്ങള് 5:30 എണീറ്റിട്ട് നിൽക്കുന്നത്. ഇപ്പൊ വേണ്ട, ഇനി പോട്ടല്ല. മേഘാലയയിലേന്ന് കറങ്ങാൻ പറ്റാത്ത തിരുവിടത്ത് കറങ്ങാൻ പറ്റില്ല എന്ന് തോന്നും. ഡ്രസ്സൊക്കെ നനഞ്ഞ് വേറെ എല്ലാരും ഷഡിനെല്ലാം കൂടീനിയാക്കുമെങ്കിൽ അങ്ങനെ നമ്മള് നിന്നിട്ടും കാര്യമില്ലാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി നടക്കുവാണ്. ഹെലിപ്പേഡാ? ഓ, അങ്ങനെ നമ്മള് വഴി തെറ്റിയെങ്കിൽ ഹെലിപ്പേഡ് ഇവിടത്തെ ഹെലിപ്പേഡാണെന്ന് തോന്നുന്നു. കാര്യം ഇവിടെ മാത്രമേ ഒരു ബേസ് ഉള്ളൂ. ഇതൊക്കെ എന്തോ പരിപാടിക്ക് കൊണ്ടുവന്ന സിമെന്റാണ് ഇതൊക്കെ. ഓ, ഇവിടെ ഒരു ഒന്നുമില്ല കേട്ടാ. നമ്മളെന്ത് ചെയ്യുമല്ലേ? ഞങ്ങള് 3 പേരും വന്നിട്ട് കുടുങ്ങിയെ. അവിടെ എല്ലാം പോയി ഫോട്ടോ എടുത്താൽ പൊളിക്കും. വേണമെങ്കിൽ റെയിനി ഫോട്ടോഗ്രാഫി എടുക്കണ്ടി. ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നോക്കിക്ക്, അവിടെ ആ ദൂരെ ഒരു വൈറ്റ് സാൻഡ് കാണുന്നുണ്ട്. അടിപൊളിയില് അപ്പൊ ഇതാണ് കേട്ടോ ഹെലിപ്പാഡ് ഇവിടത്തെ. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് പോവാണ്. അപ്പൊ ഇതാണ് ഹെലിപ്പാഡ്. വേറൊരു വെയിറ്റിംഗ് ഷെഡ് അങ്ങനെ ഒന്നും ഇല്ല ഇവിടെ. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ഈ മരം ഇല്ലേ, ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ അത്യാവശ്യം വെറ്റാവും. ഫുൾ കടലൊക്കെയാണ്. കുറച്ച് റിസ്ക് എടുത്ത കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഏതായാലും കുറച്ച് ഫോട്ടോ എടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ സൺറൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മള് ഇപ്പൊ 7:30 സമയം. ഇവിടെ അത്യാവശ്യമല്ല, അതിനേക്കാളും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. നമ്മൾ പോകേണ്ടത് വീണ്ടും കുറച്ച് അപ്പുറത്താണ്. അവിടെ അടിപൊളി സ്ഥലമാണ്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അങ്ങോട്ട് പോവാണ്. വാ, പോകുന്ന സ്ഥലത്ത് അവിടെ കണ്ടില്ല ഒരു വൈറ്റ്, അവിടെ
നമ്മുടെ ട്രൈപോഡ് പൊട്ടിയിട്ട് മിനി സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കുവാണ്. കാര്യം അങ്ങനത്തെ ഒരു ലൊക്കേഷനാണിത്. അവിടെ നമുക്ക് വേറൊരു സ്റ്റാൻഡില്ലാണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ 3 പേരും ഇൻക്ലൂഡ് ആവുന്ന വീഡിയോ വേണം. An idea can change your life അല്ലേ? റബ്ബർ ബാൻഡ് അത് വേണ്ട, അത് പറഞ്ഞു വേറൊരു റബ്ബർ ബാൻഡ് ഉണ്ടെന്നോ. ഇത് നല്ല ടൈറ്റ് ആക്കിയാ പോരടാ. ഗൈസ് ഫോട്ടോ എടുത്ത് ഒരു വകയായി. കാര്യം ആ ഒരു സ്പോട്ടില് മിസ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഞങ്ങളപ്പോ വന്ന് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. കുറെ റീലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും കാണുമായിരിക്കും. പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ പോയ സമയത്ത് കുറെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഫുൾ വൈറ്റ് സാൻഡിന്റെ ഇടയിൽ കുറെ പ്ലാസ്റ്റിക്കും സംഭവങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ ആദ്യം പോയി അതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ അത് ക്ലീൻ ചെയ്തിട്ട് ഫോട്ടോ ആംഗിളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കടൽ വരാൻ തുടങ്ങി. ഇപ്പൊ ലാസ്റ്റ് ആളാവുമ്പോഴത്തേക്ക് നല്ല കടൽ നനഞ്ഞുപോയി. ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് നനഞ്ഞു. പക്ഷെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറെ നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഗ്യാപ്പിൽ ഇവള് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇവൾക്ക് ഏതൊരു ഡ്രസ്സ് ചേഞ്ചിങ് ടെക്നിക്കൊക്കെ അറിയാം. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ അറിയാത്തതും വലിയ ഗൗണും ടൈറ്റ് സ്ലീവൊക്കെ ആയതുകൊണ്ട് ആ ടെക്നിക്ക് ശരിയാവില്ല. ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോ എനിക്കിപ്പോ അറിയില്ല ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണോ എന്തോ വേണ്ട അല്ലേ? എന്നാലും ഞങ്ങൾ തിരിച്ചു പോയിട്ട് കുറച്ചുകൂടി നല്ല ഫോട്ടോസ് എടുക്കട്ടെ. ഫോട്ടോ പ്രാന്തന്മാർ. അപ്പൊ കുറച്ച് ഫോട്ടോസ് എടുക്കണം. നമുക്ക് 5 മണി വരെ ഉള്ളൂ ഇവിടെ സമയം. സോ കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യട്ടെ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നമ്മുടെ സുഹേലി ഐലൻഡിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടില്ലേ? ഇത് പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഗൈസ്. കാര്യം ഇവിടെ സ്പെഷ്യൽ പെർമിറ്റും കാര്യങ്ങളൊക്കെ വേണം. ഇങ്ങോട്ട് വരണമെങ്കിൽ തന്നെ നമുക്ക് കുറെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ till then bye bye and take care. I love you.